ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ഒമാനിലെ പ്രസിദ്ധമായ ഒരു മോസ്കിനെ പറ്റിയിട്ടാണ്. സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് പേര്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുള്ള ഈ മോസ്കിലോട്ട് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഇവിടെ മസ്കറ്റിലെ റോഡുകളെല്ലാം നല്ല വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ഗൾഫ് കൺട്രീസും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരുവിധം എല്ലാ റോഡുകളുടെയും ഇരുവശങ്ങളിലും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ തന്നെ മനസ്സിന് കുളിർമ നൽകും. ഈ മോസ്കിന് പ്രധാനമായും 2 എൻട്രൻസുകളാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഒരു എൻട്രൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മോസ്ക് നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ മോസ്കിന്റെ പുറകുവശത്തുള്ള വിശാലമായ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് മോസ്കിന്റെ ഫ്രണ്ട് വ്യൂ. പ്രധാനമായും 7 കാര്യങ്ങൾ കൊണ്ടാണ് ഈ മോസ്ക് പ്രസിദ്ധമായിരിക്കുന്നത്. മസ്കറ്റിന്റെ സ്കൈലൈനിൽ ആധിപത്യം പുലർത്തുന്ന സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് ഈ മനോഹരമായ ഘടനയുടെ മുഴുവൻ പേര്. 50 മീറ്ററോളം ഉയരമുള്ള മധ്യ താഴികക്കുടത്തിന് ചുറ്റും ചതുരാകൃതിയിലാണ് പള്ളി. ഇസ്ലാമിന്റെ 5 തൂണുകളെ പ്രതിനിധീകരിക്കുന്ന സൈറ്റിന്റെ പരിധി 5 മിനാരങ്ങൾ നിർവചിക്കുന്നു. പ്രധാന മിനാരത്തിന് 91.5 മീറ്റർ ഉയരമുണ്ട്. മറ്റുള്ളവയ്ക്ക് 45 മീറ്റർ വരെ ഉയരം. ഒരേ സമയം 20,000 പേർ വരെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഈ പള്ളിയിലുണ്ട്. പള്ളിയുടെ ആകെ വിസ്തീർണം 4,16,000 ചതുരശ്ര മീറ്റർ, ഏകദേശം 102 ഏക്കർ വരും. 2001 ഈ ഗ്രാൻഡ് മോസ്ക് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ രൂപകൽപ്പന, ഇന്റീരിയറുകൾ, വാസ്തുവിദ്യ എന്നിവയുടെ അതിശയകരമായ വസ്തുതകൾ ആരെയും മസ്കറ്റിന്റെ ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ പ്രേരിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഷാൻലിയർ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. പുരുഷന്മാരുടെ പ്രാർത്ഥനാ ഹാളിന്റെ മധ്യഭാഗത്താണ് ഷാൻലിയർ സ്ഥിതി ചെയ്യുന്നത്. 14 മീറ്റർ ആണ് ഇതിന്റെ നീളം. 8,500 കിലോഗ്രാം ഭാരം വരും ഏകദേശം. 6 ലക്ഷത്തോളം തിളങ്ങുന്ന ഷവറോസ്കി സ്റ്റോണുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 24 ക്യാരറ്റ് സ്വർണം കൊണ്ട് ഇത് പൂശിയിരിക്കുന്നു. ഇത് പൂർത്തിയാക്കാൻ 4 വർഷത്തിലധികം എടുത്തു. ഈ മോസ്കിലെ 2ാമത്തെ സവിശേഷതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരവതാനി. ഇത് പൊതുജനങ്ങൾക്കായി തുറന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ പീസ് പരവതാനി പള്ളിയിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ വലിയ സിംഗിൾ പീസ് പരവതാനിയാണ്. ഇതിൽ 1700 ദശലക്ഷം കെട്ടുകൾ ഉണ്ട്. 21,000 കിലോഗ്രാം ഭാരം ഉൽപ്പാദിപ്പിക്കാൻ 4 വർഷമെടുത്തു.
ഈ മോസ്കിന്റെ മൂന്നാമത്തെ സവിശേഷതയാണ് ഇവിടെയുള്ള മൊസൈക് പാറ്റേൺ. ആധുനിക ഇസ്ലാമിക വാസ്തുവിദ്യയുടെ മഹത്തായ ഒരു രൂപീകരണമാണ് ഈ പള്ളിയുടെ നാലാമത്തെ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത്. ഏത് മതവിഭാഗക്കാർക്കും ഈ പള്ളിയിൽ സന്ദർശിക്കാനുള്ള അനുവാദമുണ്ട് എന്നതാണ് ഈ പള്ളിയുടെ അഞ്ചാമത്തെ സവിശേഷത. മായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് പള്ളിയുടെ ഉൾവശം. അതാണ് ആറാമത്തെ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത്. ഏഴാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ മനോഹരമായതും നന്നായി പരിപാലിക്കുന്നതുമായ പൂന്തോട്ടങ്ങൾ പള്ളിക്ക് ചുറ്റുമുണ്ട്. പള്ളിയുടെ ചുറ്റുമുള്ള മതിലുകൾക്കുള്ളിൽ കൂടുതൽ പൂന്തോട്ടങ്ങളും നീളമുള്ള നടപ്പാതകളും ഉണ്ട്. നഗരത്തിന്റെ ശബ്ദത്തിൽ നിന്ന് പള്ളിയെ സംരക്ഷിക്കുന്നതിനുള്ള ആർക്കിടെക്റ്റിന്റെ മികച്ച മാർഗമായി ഇത് അനുഭവപ്പെടും. ഇനി നമുക്ക് പള്ളിയുടെ ചുറ്റിലുമുള്ള ഗ്രീൻ ഗാർഡൻ കാണാം. ഇതിൽ ഭൂരിഭാഗവും ആര്യവേപ്പ് മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. വൈകുന്നേരങ്ങളിൽ നമുക്ക് നടക്കാനും ശുദ്ധവായു ശ്വസിക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കും. ഒരുപാട് പേർ വ്യായാമത്തിനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് നമ്മളിവിടെ കാണാറുണ്ട് വൈകുന്നേരം. നമുക്ക് ഈ ഗ്രീൻ ഗാർഡനിലൂടെ ഒന്ന് നടന്നിട്ട് വരാം.
നൈറ്റ് വ്യൂവിൽ ഈ മോസ്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ വൈകിട്ട് 6 മണി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഞാൻ ഈ മോസ്കിന്റെ നൈറ്റ് വ്യൂവും കൂടി കാണിച്ചു തരാം. ഈ വഴിയിലൂടെ പോകുന്ന എല്ലാവർക്കും ഈ മോസ്ക് ഒരു പ്രത്യേക ഫീലാണ് നൽകുന്നത്. എല്ലാവരും ഈ മോസ്ക് ഒന്ന് കണ്ടിട്ടേ പോകാറുള്ളൂ. അത്രയ്ക്കും അതിമനോഹരമാണ് ഈ മോസ്ക്. ഒരുപാട് വിസിറ്റേഴ്സ് സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ മോസ്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. താങ്ക് യു.